ഇനി ദില്ലിയിലേക്കാണ്. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഭവ് കുമാറിനെ കേന്ദ്ര വിജിലൻസ് ഡയറക്ടറേറ്റ് പുറത്താക്കി. ചട്ടങ്ങൾ പാലിക്കാതെയാണ് നിയമനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മദ്യനയ അഴിമതി കേസിൽ വൈഭവിനെ ED നേരത്തെ ചോദ്യം ചെയ്തതുമാണ്. ദില്ലി മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതിന് പിന്നാലെ കൂടുതൽ നേതാക്കൾ രാജിവെക്കുമോ എന്ന ആശങ്കയിലാണ് ആം ആദ്മി പാർട്ടി. സർക്കാരിനെ അട്ടിമറിക്കാൻ BJP ശ്രമിക്കുന്നുവെന്നാണ് AAPയുടെ ആരോപണം. നോബൽ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. നോബൽ മാരിക്കാരൻ, ആം ആദ്മി പാർട്ടി സർക്കാരിനെ നിർവീര്യമാക്കുക, ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഓരോ ചുവടായി വെക്കുന്നതിന്റെ ഒരു സൂചനയായിട്ടാണോ രാജ്കുമാറിന്റെ രാജികയും കാണേണ്ടത്? കാരണം ഏത് പാർട്ടിയിലേക്കും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്നോ നാളെയോ BJPയിലേക്ക് പോയേക്കില്ല എന്നാര് കണ്ടു? ഇപ്പോഴത്തെ പുതിയ നീക്കങ്ങളെ കൂടി എങ്ങനെയാണ് കാണേണ്ടത്? സുജയ, സംസ്ഥാന സർക്കാരിനെ മറിച്ചിടുക എന്താണ് BJPയുടെ ലക്ഷ്യം എന്താണ് ആം ആദ്മി പാർട്ടി ഇതിൽ ആരോപിക്കുന്നത്? പ്രധാനമായും രാജ്കുമാർ ആനന്ദ് രാജിവെച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ പ്രധാനമായും അദ്ദേഹം BJPയിലേക്ക് പോകില്ല അല്ലെങ്കിൽ മറ്റു പാർട്ടിയിലേക്ക് പോകില്ല എന്ന് വ്യക്തമാക്കുമ്പോഴും BJPയിലേക്ക് അദ്ദേഹത്തിന്റെ പ്രവേശനം ഉടൻ ഉണ്ടാകും എന്ന റിപ്പോർട്ടുകൾ ഉള്ളത്. സാധാരണഗതിയിൽ ഇതിനു മുൻപും പല നേതാക്കളും രാജിവെക്കുമ്പോൾ ഇനി മറ്റൊരു പാർട്ടിയിലേക്കില്ല എന്ന് വ്യക്തമാക്കുകയും അടുത്ത ദിവസങ്ങളിൽ തന്നെ BJP ചെയ്യുന്ന സാഹചര്യമാണ് ദേശീയ തലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്താണെങ്കിലും ഈ രാജിക്ക് പിന്നിലും BJP ആണ് എന്ന ആരോപണം ആം ആദ്മി പാർട്ടി ശക്തമായി തന്നെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആം ആദ്മി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഭരണപ്രതിസന്ധി ഉണ്ടായിരിക്കും. ഗവർണറെ അറിയിക്കേണ്ടത് അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ട് എങ്ങനെ ഇനിയിപ്പോൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും എന്താണ് ആശങ്കയായി തന്നെ തുടരുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് അരവിന്ദ് കെജ്രിവാൾ തുടരും എന്താണ് അദ്ദേഹത്തിന്റെ അറസ്റ്റിന് പിന്നാലെ എപ്പോഴും ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. പക്ഷേ അത്തരത്തിൽ ഒരു ഭരണ പ്രതിസന്ധി, പ്രത്യേകിച്ച് ഒരു മന്ത്രി തന്നെ രാജിവെച്ചുകൊണ്ട് ഒരു ഭരണ പ്രതിസന്ധി സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നു. ഗവർണർ ഉൾപ്പെടെ ഇതിൽ എടുക്കുന്ന നിലപാട് ഒരു പക്ഷേ രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോലും ദില്ലിയെ എത്തിക്കുമോ എന്ന ആശങ്ക ചില കോണുകളിൽ നിന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ എത്രയും വേഗം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് കേജ്രിവാളിനെ മാറ്റിയൊരു നീക്കവും ആം ആദ്മി പരീക്ഷിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുകയും ചെയ്യുന്നത്. അതേസമയം ആം ആദ്മി പാർട്ടിക്ക് കൂടുതൽ പ്രതിസന്ധി ഉണ്ടായിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഭവ് കുമാറിനെ ഇന്നിപ്പോൾ പുറത്താക്കുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. വിജിലൻസ് സെൻട്രൽ സിവിൽ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ എന്താണെങ്കിലും പുറത്താക്കിയിരിക്കുന്നത്. കേന്ദ്ര വിജിലൻസ് സെക്രട്ടറിയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. 2007 നോയിഡ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നൊരു കേസ് വൈഭവ് കുമാറിന് എതിരെ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് FIR ഉൾപ്പെടെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിജിലൻസ് ഡയറക്ടറേറ്റ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് PA ഇത്തരത്തിൽ അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉൾപ്പെടെ ED വിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ആം ആദ്മിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഇത്തരത്തിൽ മന്ത്രി ഉൾപ്പെടെ രാജിവെച്ച് പുറത്തു പോയത് ആം ആദ്മിക്ക് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. കൂടുതൽ നേതാക്കൾ, അതായത് അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റിന് പിന്നാലെ ആം ആദ്മി ഒറ്റക്കെട്ടായി അദ്ദേഹത്തിന് പിന്നാലെ അണിനിരക്കും എന്ന് നേതാക്കൾ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ ഗുരുതര ആരോപണം, അതായത് ആം ആദ്മി എന്നാൽ അഴിമതിയുടെ ചിഹ്നമാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്നും മന്ത്രിസ്ഥാനത്തു നിന്നൊക്കെ രാജിവെച്ച് പുറത്തേക്ക് പോയത്. എന്താണെങ്കിലും ആം ആദ്മി വലിയ പ്രതിസന്ധിയിലും ആശങ്കയിലുമാണ്. നേതാക്കൾ ഒറ്റക്കെട്ടാണെന്നൊക്കെ പറയുമ്പോഴും പ്രശ്നങ്ങൾ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ് ദില്ലി. അപ്പോൾ കൂടുതൽ ഈ വിഷയങ്ങൾ ചർച്ചയാകും. ഒപ്പം അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയും പ്രതിഷേധങ്ങൾ ശക്തമാക്കുക തന്നെ ചെയ്യും. സുജയ, ഇക്കാര്യത്തിൽ ഒരു കാര്യം കൂടി, അതായത് നോബൽ മാരിക്കാരൻ വൈഭവ് കുമാറിനെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് 2007, ഞാൻ ആ കേസിന്റെ വിശദാംശങ്ങൾ നോക്കുകയായിരുന്നു. 2007 ജനുവരി 25-ന് ഫയൽ ചെയ്ത ഒരു FIRന്റെ അടിസ്ഥാനത്തിൽ, നോയിഡയിൽ ഫയൽ ചെയ്ത ഒരു FIRന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടികൾ ഉണ്ടായിരിക്കുന്നത്. 2007 കഴിഞ്ഞപ്പോൾ എത്ര വർഷം കഴിഞ്ഞിരിക്കുന്നു? അതിനുശേഷം ഇപ്പോൾ ഈ നടപടിയിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച നടന്ന EDയുടെ ചോദ്യം ചെയ്യലുമായി ഇതിന് നേരിട്ടൊരു ബന്ധമുണ്ടോ? പ്രത്യേകിച്ചും ഈ ദില്ലി മദ്യനയ അഴിമതി കേസിലെ EDയുടെ അന്വേഷണത്തിന്റെ ഭാഗമായി വൈഭവ് കുമാറിനെ ഈ ആഴ്ച ആദ്യമാണ് ചോദ്യം ചെയ്തത്. ഉടനെ തന്നെ പുറത്താക്കുന്ന നടപടി മറ്റൊരു ഭാഗത്തുനിന്ന് വരുന്നു. 2007-ലെ ഒരു കേസ് കുത്തിപ്പൊക്കുന്നു. അപ്പോൾ പൂട്ടാൻ ഉറച്ചു തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്നതല്ലേ? സെക്രട്ടറി ED ചോദിച്ച കാര്യങ്ങളിൽ അവർ ആഗ്രഹിച്ച രീതിയിലുള്ള വെളിപ്പെടുത്തലുകൾ നടത്താത്തത് കൊണ്ട് മറ്റൊരു കേസിൽ പൊക്കുന്നു, പുറത്താക്കുന്നു. അതാണോ സംഭവിച്ചത്? ഈ 2007-ലെ കേസ് ഇപ്പോൾ പൊങ്ങി വന്നതിന് പിന്നിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ട് എന്നാണ് ആം ആദ്മി ആരോപിക്കുന്നത്. കാരണം 2007-ൽ നോയിഡ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ, അതായത് മഹേഷ് പാൽ എന്ന ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാണ് കേസ്. അന്ന് തന്നെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ പദവിയിലേക്ക്, അരവിന്ദ് കെജ്രിവാളിൻ്റെ PA പദവിയിലേക്ക് ഇദ്ദേഹം എത്തുകയും ചെയ്യുന്നത്. ആ കാലഘട്ടത്തിലൊന്നും ഇതിൽ പ്രശ്നങ്ങളില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ED ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. പിന്നീട് ഇപ്പോൾ ഇദ്ദേഹത്തെ ഈ പദവിയിൽ നിന്ന് കേന്ദ്ര വിജിലൻസ് സെക്രട്ടേറിയറ്റ് മാറ്റുകയും ചെയ്യുന്നു. വിജിലൻസ് ഡയറക്ടറേറ്റ് മാറ്റുകയും ചെയ്യുന്നു. എന്താണെങ്കിലും ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ട് എന്ന് സംശയിക്കുന്നവർക്ക് അത്തരത്തിൽ ആ സംശയം തെറ്റാണ്
എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്തരത്തിൽ പ്രധാനമായും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലായതിനു പിന്നാലെ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. അതിനുശേഷം ഈ തരത്തിൽ ഒരു നീക്കം ഉണ്ടാകുന്നു. സ്വാഭാവികമായും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും നിലവിലത്തെ സാഹചര്യത്തിൽ EDയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അത്തരത്തിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായാണോ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജയിലിൽ പോയി അരവിന്ദ് കെജ്രിവാളിനെ സന്ദർശിച്ച ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് വൈഭവ് കുമാർ എന്നതും പ്രധാനപ്പെട്ടതാണ്. കാരണം അരവിന്ദ് കെജ്രിവാളിന്റെ പേരിൽ ഈ നിർദ്ദേശങ്ങൾ പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ ഇദ്ദേഹം ഒപ്പിടിച്ച് വാങ്ങിച്ചതാണോ എന്ന സംശയം EDക്ക് ഉൾപ്പെടെ അന്ന് ഉണ്ടായിരുന്നു താനും. എന്താണെങ്കിലും അത്തരത്തിലുള്ള അലിഗേഷൻ അല്ലെങ്കിൽ സംശയങ്ങളുടെയൊക്കെ നിഴലിലായിരുന്നു വൈഭവ് കുമാർ ഉണ്ടായിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്താണെങ്കിലും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു നടപടി അദ്ദേഹത്തെ നീക്കിക്കൊണ്ട് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. തീർച്ചയായും സ്വാഭാവികമായും അതിൽ രാഷ്ട്രീയമുണ്ട് എന്ന് ആം ആദ്മി പാർട്ടി പറയുമ്പോൾ അതിനെ പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം 2007 കേസിൽ എന്തിന് ഇപ്പോൾ ഒരു തീരുമാനം അല്ലെങ്കിൽ ഇങ്ങനെ നടപടിയെടുക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്തുവാനും. സുജയ, ഓക്കെ, വലിയ നീക്കങ്ങളാണ് ദില്ലി കേന്ദ്രീകരിച്ച് നടക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് അടുത്ത മണിക്കൂറിലും പങ്കുവയ്ക്കാം. തുടർ നീക്കങ്ങളും ഉണ്ടായേക്കും. നമുക്കൊപ്പം ചേർന്നത് നോബിൾ മാരിക്കാരനാണ് ദില്ലിയിൽ നിന്ന്.